കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വിശുദ്ധന്മാരും ദൈവദാസന്മാരും വിശ്വാസികളുമായ എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുള വർഗീസ്. ഇത് GTR പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുന്ന് വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ സംക്ഷിപ്തമായി അപഗ്രഥിച്ച് വിചിന്തനം ചെയ്യുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ് ഇത്. അതിൽ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയാണ് ചില നാളുകളായി നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവുമാകുന്നു. അതിൽ പഴയ നിയമത്തിലെ യാഗങ്ങളെ സംബന്ധിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലെ യാഗങ്ങൾ ഏതൊക്കെയാകുന്നു എന്ന് ലേവ്യ പുസ്തകം 7-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂർണയാഗം, സമാധാനയാഗം. ഈ യാഗങ്ങളെല്ലാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ സ്വന്തം ശരീരത്തിൽ കൂടെ വഹിച്ച് നമുക്ക് പൂർത്തീകരണം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ആശ്വാസം. അതിൽ കരപൂർണയാഗം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് തുടർന്ന് നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത്. ഇതിൽ സംക്ഷിപ്തമായിട്ടാകുന്നുവെങ്കിലും ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നീ 4 യാഗങ്ങളെ സംബന്ധിച്ച് നാം വിചിന്തനം ചെയ്തു കഴിഞ്ഞു. ഇതിൽ 5-ാമത്തെ യാഗമാകുന്ന കരപൂരണയാഗം. കരപൂർണം എന്ന മലയാള പദത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ കാണുന്ന പദം കോൺസിക്രേഷൻ എന്നത്രേ. ഈ പദത്തിന് ദൈവസേവാർത്ഥം സമർപ്പിക്കുക, പവിത്രീകരിക്കുക, അഭിഷേകിക്കുക, വിശുദ്ധീകരിക്കുക, പ്രതിഷ്ഠിക്കുക എന്നൊക്കെയാകുന്നു അർത്ഥം കോൺസിക്രേഷൻ എന്ന പദത്തിന്. ഈ പദത്തിന് സാമ്യാർത്ഥമുള്ള മറ്റ് ഇംഗ്ലീഷ് പര്യായ പദങ്ങളും ഉണ്ട്. അതായത് ഡെഡിക്കേറ്റ്, സെപ്പറേറ്റ് എന്നൊക്കെയാണ്. അതിൽ ഡെഡിക്കേറ്റ് എന്ന പദത്തിന് ഒരു വിശുദ്ധ ലക്ഷ്യത്തിന് വേണ്ടി വേർതിരിക്കുക, അതിന് സമാനമായി സമർപ്പിക്കുക, ആ വിശുദ്ധ ലക്ഷ്യത്തിന് വേണ്ടി ഒരു വസ്തുവിനെ മാറ്റി വയ്ക്കുക, വേറൊന്നിനും ഉപയോഗിക്കാതിരിക്കുക എന്നിത്യാദി അർത്ഥം. 2-ാമത് സെപ്പറേറ്റ് എന്ന പദമാണ്. ഈ പദത്തിനും വേർതിരിച്ചു വെക്കുക, വ്യതികരിക്കുക, വിഭിന്നമാക്കുക, വേർതിരിച്ചു വെക്കുക, വിടർത്തുക, അകറ്റുക, മറ്റൊന്നുമായി ബന്ധമില്ലാത്ത വിധം മാറ്റിവെക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ 2 പദങ്ങളും കോൺസിക്രേഷൻ എന്ന പദത്തെ സംബന്ധിച്ചുള്ള പര്യായ പദങ്ങളാണ്. അത് നമ്മൾ ഡിക്ഷണറിയിൽ കാണുന്ന വാക്കുകളുടെ അർത്ഥമാണിപ്പോൾ ചിന്തിച്ചത്. എന്നാൽ ഈ പദങ്ങളെല്ലാം പുതിയ നിയമത്തിൻ്റെ സിംഹഭാഗവും യവന ഭാഷയിൽ മൂലഭാഷയിൽ എഴുതപ്പെട്ടതിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഈ പദത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ കരപൂർണയാഗം സാധാരണ പലർക്കും അറിയുകയില്ല. അതുകൊണ്ടാണ് ഇത് നിഘണ്ടുക്കളിലും മറ്റ് വേദപുസ്തക ഭാഷകളിലും നോക്കി നമ്മൾ പഠിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ കോൺസിക്രേറ്റ് എന്ന പദത്തിന് ഉപയോഗിക്കുന്ന പദം ടെലിയു എന്നാണ്. TELEIO, ടെലിയു. ആ പദത്തിന് പെർഫെക്റ്റഡ് അഥവാ പരിപൂർണമാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ ശുശ്രൂഷ നിർവഹിക്കുന്നിടം വരെ അത് അപൂർണമായിരുന്നു, അത് അപര്യാപ്തമായിരുന്നു. എന്നാൽ ഈ ശുശ്രൂഷ ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിയെ തികഞ്ഞവനാക്കുക എന്നാണ് അർത്ഥം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചു കൊണ്ടാൽ മതി. അതായത് ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുമ്പോൾ ന്യായപ്രമാണത്തിന് പിൻപിലുള്ള ആണയുടെ വചനം എന്നേക്കും തികഞ്ഞവനാക്കി തീർക്കുന്നു, ടെലിയു ആക്കി തീർക്കുന്നു. അതായത്
വേർതിരിക്കപ്പെട്ട പുത്രനെ പുരോഹിതൻ ആക്കുന്നു എന്ന് തന്നെ അർത്ഥം. അടുത്ത പദം ഡെഡിക്കേറ്റ് എന്നാണ്, പ്രതിഷ്ഠിക്കപ്പെടുക എന്നാണ് അർത്ഥം. അതിനെക്കുറിച്ചുള്ള ദൈവവചനം കാണുക. ആദ്യ നിയമം അഥവാ ന്യായപ്രമാണം രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9:18 എഴുതുന്നു. അതായത് ആദ്യ നിയമം പ്രതിഷ്ഠയോടുകൂടെ, അത് രക്തത്തോടുകൂടെ പ്രതിഷ്ഠിച്ചു എന്നാണ് അർത്ഥം. അർത്ഥാൽ ന്യായപ്രമാണം രക്തം കൂടാതെ കരപൂരണം ടെലിയു ചെയ്തതല്ല എന്ന്. രക്തത്താൽ മാത്രമേ ഏതു വിഷയവും പഴയ നിയമത്തിൽ പരിപൂർണമാക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച, കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ട, ടെലിയു ചെയ്യപ്പെട്ട ജീവനുള്ള പുതുവഴി, എബ്രായർക്ക് എഴുതിയ ലേഖനം 10:20. ചുരുക്കത്തിൽ കോൺസെക്രേറ്റ് എന്ന പദത്തിനുള്ള ഗ്രീക്ക് പദമായ ടെലിയുവിനെ ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക ശുശ്രൂഷ, ദൈവിക ലക്ഷ്യത്തിനായി വേർതിരിക്കപ്പെടുക എന്നതാകുന്നു അർത്ഥം. എബ്രായ ഭാഷയിൽ കരപൂരണത്തിന് വേർതിരിക്കുക അഥവാ സെപ്പറേറ്റ് ചെയ്യുക എന്നർത്ഥമാണ് വരുന്ന പാരദ്, PARAD എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന് വിഭാഗിക്കുക, ടു ഡിവൈഡ് എന്നും അർത്ഥം ഉണ്ട്. പാരദ് എന്ന പദം ആദ്യം ദർശിക്കുന്നത് വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ഇടത്ത് തന്നെ. ഉൽപ്പത്തി പുസ്തകം 1:4. ഒരിക്കൽ അവയെ വേർപിരിച്ചു കഴിഞ്ഞാൽ വെളിച്ചവും ഇരുളും തമ്മിൽ പിന്നീട് ഇടകലരുന്നില്ല. വെളിച്ചം വെളിച്ചമായി ശേഷിക്കുന്നു, ഇരുളുമായി ശേഷിക്കുന്നു. ദൈവം വേർപിരിക്കുന്നത് നിരന്തരമായി വേർപിരിവായിരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയായിരുന്നു. അങ്ങനെ തന്നെയാണ് ദൈവിക പ്രമാണം. ഉൽപ്പത്തി പുസ്തകം 1-6, 7, 14, 18. ഏദനിൽ ദൈവം ഉണ്ടാക്കിയ തോട്ടത്തെ നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്നും 4 ശാഖകളായി പിരിഞ്ഞു, ഡിവൈഡഡ്. പാരേദ് എന്ന എബ്രായ പദമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ 4 ശാഖകളും പിന്നീട് ഒരിക്കലും ഒന്നായി സംയോജിക്കുന്നില്ല. പാരദ് എന്ന പദം തന്നെയാകുന്നു അവിടെയും എഴുതിയിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 2:10 അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ പിണക്കവും ഷണ്ഠയും ഉണ്ടായപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ച് ലോത്തിനോട്, എന്നെ വിട്ടുപിരിഞ്ഞാലും എന്ന് പറഞ്ഞിടത്ത് ഉപയോഗിക്കുന്ന പദവും പാരദ് എന്ന് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 13:9. ഇസഹാക്കിൻ്റെ മച്ചിയായിരുന്ന ഭാര്യ റിബേക്കയുടെ ഉദരത്തിൽ നിന്നും ഉരുവായ ഇരട്ട കുട്ടികളെക്കുറിച്ച് ഉദരത്തിൽ തമ്മിൽ തിക്കിയപ്പോൾ യഹോവയോട് ആലോചന ചോദിച്ച സമയം ദൈവം അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും, പുറത്തു വന്നാൽ 2 വംശങ്ങളായി തിരിയും എന്ന് പറഞ്ഞിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പദം പാരദ്, PARAD എന്നാകുന്നു. ഉൽപ്പത്തി പുസ്തകം 25-21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നാം ഇപ്പോൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങൾ കൊടുത്ത 5ാമത്തെ യാഗമാകുന്ന കരപൂരണയാഗം, പിരിക്കുക, വേർതിരിക്കുക, പ്രതിഷ്ഠിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇസ്രായേൽ ജനം ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും വ്യത്യസ്തരായി വേർതിരിക്കപ്പെട്ടവരാകുന്നു എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദവും വേർപാട് എന്ന വാക്കിനെ കാണുന്നത് വേറെ ഒരു പര്യായ വാക്കിൽ നാസീർ, NAZIR എന്നത്രേ. അവരുടെ ഇടയിൽ നാസീർ വ്രതം ദീക്ഷിക്കുന്ന ഏവരും സകലരിൽ നിന്നും, സകലത്തിൽ നിന്നും, സകല സ്ഥലങ്ങളിൽ നിന്നും വേർപാട്, നാസിർ ആചരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരും അത്രേ. സംഖ്യാപുസ്തകം 6-1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശിംസോന് സംഭവിച്ച വീഴ്ചയ്ക്കുള്ള കാരണം അവൻ്റെ വേർപാടിൻ്റെ വ്രതം, നാസിർ വ്രതം ലംഘിച്ചു എന്നുള്ളതാകുന്നുവല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം 13:5 മുതൽ 7,
14:8, 9, 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനം കരപൂരണയാഗത്തിന്, ഓഫറിംഗ് ഓഫ് കോൺസിക്രേഷന്, അതിന് പ്രതിഷ്ഠായാഗമെന്നും പറഞ്ഞു വന്നിരുന്നു. ഒരു ലേവ്യനെ പുരോഹിതനായും ദൈവം തെരഞ്ഞെടുക്കുന്ന രാജാവായും, പുരോഹിതനായും എന്നുള്ള വാക്കിന് പുറപ്പാട് പുസ്തകം 29:1-2, രാജാവായി എന്നുള്ളതിന് ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യവും 10-1, ദാവീദിനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് 16-13, ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-4, 5-3. ഇവരെ അഭിഷേകം ചെയ്ത് രാജാവായി വേർതിരിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയെ കരപൂരണയാഗം, കോൺസിക്രേഷൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മളും ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോൾ കോൺസിക്രേറ്റ് മീ നൗ ടു ദൈ സർവീസ് ലോഡ് എന്ന് പാടാറുണ്ടല്ലോ. എന്നെ പ്രതിഷ്ഠിക്കുന്നു, എന്നെ വേർതിരിക്കുമാറാകണമേ. അന്ന് അവിടെ നിർവഹിക്കുന്ന ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ, കോൺസിക്രേഷൻ സന്ദർഭത്തിൽ നിർവഹിക്കുന്ന യാഗത്തെയാണ് കരപൂരണയാഗം എന്ന് പറയുന്നത്. ലേവ്യാപുസ്തകം 7:37. ഒരുവനെ ഇപ്രകാരം പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയ്ക്ക് സെൻഗായിയോസോ എന്നാണ് ഗ്രീക്കുകാർ പറയുന്നത്. ഒരുവനെ മാറ്റി നിർത്തി പ്രതിഷ്ഠിക്കുക, സെൻഗായി നൈസോ. ഇനിയും ശ്രദ്ധിക്കണം, കരപൂരണയാഗത്തിനുള്ള വസ്തുക്കൾ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത്. ഓബ്ജക്ട്സ് ഫോർ സാക്രിഫൈസ് ഓഫ് കോൺസിക്രേഷൻ. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഒരു കാളക്കിടാവ് ഊനമില്ലാത്തത്, 2 ആട്ടുകൊറ്റൻ ഊനമില്ലാത്തത്, അപ്പം പുളിപ്പില്ലാത്തത്, എണ്ണ പല ആവർത്തി ചതച്ചു പിഴിഞ്ഞെടുക്കുന്ന എണ്ണയെ പല ആവർത്തി തെളിച്ച് ശുദ്ധമുള്ളത്, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകൾ. ഈ വടകളെ കോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കണം. പുറപ്പാട് ദിവസം 29-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഉദ്ധരിച്ചത്. അടുത്തത് കരപൂരണയാഗ വിധിമുറ. എന്താണ് ചെയ്യേണ്ടത്? 29-ാം അധ്യായം പുറപ്പാട് പുസ്തകം 3 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. യാഗവസ്തുക്കളെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. കരപൂരണ വിധിമുറ അഹ്റോന്റെയും പുത്രന്മാരായ പുരോഹിതന്മാരുടെയും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കണം. അതിനുള്ള വിധിമുറ 28-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ പുരോഹിത വസ്ത്രം നിർമ്മിക്കുന്നതിന് വരെ വിധിമുറകളുണ്ട്. അവരുടെ പുരോഹിത വസ്ത്രം മറ്റു വ്യക്തികളുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ട പുരോഹിതന്മാർ എവിടെ നിന്നാലും പുരോഹിത വസ്ത്രം ധരിച്ചു വരുന്നവരെ കണ്ടാൽ അറിയാം, അവർ മറ്റെല്ലാവരിൽ നിന്നും വേർപാട് ആചരിക്കുന്നവരാണ്, വിശുദ്ധി ആചരിക്കുന്നവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പുരോഹിതന്മാരുടെ കരപൂരണം, ഡെഡിക്കേഷൻ. എൻഗായിനൈസോ എന്ന പദമാണ് അതിന് നിയമം. പുരോഹിത വസ്ത്രം ധരിപ്പിക്കണം. 28-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകമാണ്. അടുത്തത് ഏഫോദും പതക്കവും ഉറീമും തുമ്മീമും ധരിപ്പിക്കണം. 28-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഏഫോദിന് താഴെ പൊന്നുകൊണ്ടുള്ള മണികൾ ധരിപ്പിക്കണം. 28-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് വിശുദ്ധമെന്നെഴുതിയ തങ്കം കൊണ്ടുള്ള പട്ടം ഉണ്ടാക്കി നെറ്റിയിൽ ധരിപ്പിക്കണം. 28-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവരെ അഭിഷേകം ചെയ്ത്, അഭിഷേകതൈലം തലയിലൊഴിച്ച് അഭിഷേകം ചെയ്ത് കരപൂരണം ചെയ്ത് ശുദ്ധീകരിക്കണം, വേർതിരിച്ചു നിർത്തി ശുദ്ധീകരിക്കണം. അതിനുശേഷം മാത്രമേ അവർ സമാഗമന കൂടാരത്തിൽ കടക്കാവൂ. അല്ലാതെ ഈ പ്രക്രിയകൾ ചെയ്യാതെ ഒരു വ്യക്തി പോലും സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ പ്രാകാരത്തിൻ്റെ വാതിൽ കടന്ന് അകത്ത് കടക്കുവാൻ അനുവദിച്ചിരുന്നില്ല. 28-ാം അധ്യായം പുറപ്പാട് പുസ്തകം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവരോട് ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ എന്തെല്ലാം ആകുന്നു എന്ന് പറഞ്ഞ് ബോധ്യം വരുത്തണം. അതിനകത്ത് കയറി നിയമമില്ലാതെ, ഓർഡറില്ലാതെ
അവർക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കരുത്, എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് അവരെ പറഞ്ഞു ബോധ്യം വരുത്തണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇത് അവർക്ക് എന്നേക്കും മാറ്റപ്പെടാത്ത, അഴിക്കപ്പെടാത്ത ചട്ടം ആയിരിക്കണം. ലേവ്യപുസ്തകം 16:34. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും പുരോഹിത വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ പുരോഹിതൻ ആജീവനാന്തം, ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ട മനുഷ്യൻ ആജീവനാന്തം അനുഷ്ഠിക്കപ്പെടേണ്ട നിയമങ്ങൾ ലേവ്യപുസ്തകം 21-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ വേർതിരിക്കപ്പെട്ടാൽ വേറെ ഒരു കാര്യത്തിനും പോകരുത്. അവൻ മരണം വരെ ആ ശുശ്രൂഷയിൽ തന്നെ തുടരണം. ലേവ്യരുടെ ഇടയിൽ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവരായാലും ദൈവസന്നിധിയിൽ ഒരിക്കൽ പോലും യാതൊരുവിധ യാഗവും അർപ്പിക്കുവാൻ അടുത്തു വരാത്തവൻ ആരൊക്കെയാണെന്നും കർക്കശമായി രേഖപ്പെടുത്തപ്പെട്ട നിയമം ഉണ്ട്. ലേവ്യ ഗോത്രത്തിൽ, ലേവ്യ കുടുംബത്തിൽ, പുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ചപ്പെട്ടവനായാലും ആരെല്ലാം അടുത്തു വരരുത്. അടുത്തു വരണമെങ്കിൽ വിശുദ്ധീകരണവും പൗരോഹിത്യത്തിനാധാരമായ വസ്ത്രങ്ങളും ഒക്കെ ധരിക്കണമല്ലോ. അത് ആർക്കെല്ലാം അരുത് എന്ന് ലേവ്യ പുസ്തകം 21-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ സന്തതിയിൽ അംഗഹീനായവർ, എനി ദാറ്റ് ഹാസ് എ ബ്ലെമിഷ്, യാഗവസ്തുക്കൾ കുറ്റമല്ലാത്തായിരിക്കണം. യാഗം അർപ്പിക്കുവാൻ വരുന്ന പുരോഹിതനും കുറ്റമറ്റവനായിരിക്കണം. ശ്രദ്ധിക്കൂ, ലേവ്യപുസ്തകം 21-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ടൻ എന്നീ 12 കൂട്ടം ആളുകൾ. അരുതാത്ത കാര്യം ചെയ്യരുതെന്നറിഞ്ഞ ശേഷം വീണ്ടും പാപം ചെയ്യുന്നവന്റെ സന്തതികൾ ആയി ജനിക്കുന്നവരാണിവർ. അത് ഒരു മുന്നറിയിപ്പും ഒരു പാഠവുമാണ്, ഗുണപാഠം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, കിടക്കമേൽ പോലും യഹോവയെ ധ്യാനിപ്പീൻ എന്നെഴുതിയിരിക്കുന്നത്. ഇതോട് ചേർന്ന് ലേവ്യ പുരോഹിതന്മാർ അറിഞ്ഞിരിക്കേണ്ടതും ലേവ്യ ഗോത്രമല്ലാത്ത ഏവരെയും പഠിപ്പിച്ചിരിക്കേണ്ടതായ പ്രമാണവും ഇവരെ പറഞ്ഞ് കേൾപ്പിച്ച് ഇവരുടെ ശുശ്രൂഷാ മണ്ഡലത്തിൽ വരുന്നവരെ ബോധ്യം വരുത്തണം എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. തുടരാം നമുക്ക് എന്തെല്ലാമാണ് കരപൂർണം ചെയ്യുന്ന വ്യക്തി ചെയ്യേണ്ടത്. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം. തിരുവചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരുമാറാകണം. വചനാടിസ്ഥാനത്തിൽ വചനാധിഷ്ഠിതമായ നിയമങ്ങളനുസരിച്ച് ഞങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ആവശ്യമായ കൃപ അടിയങ്ങൾക്ക് തരയണം. എല്ലാവരെയും വീണ്ടും തിരുസന്നിധിയിൽ സമർപ്പിച്ച് അങ്ങയുടെ ഏകജാതൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.